ലഹരിക്കെതിരെ നടപടി ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് SSF കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കരിമ്പനപ്പാലത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു. മാർച്ച് SP ഓഫീസിന് സമീപം ബാരിക്കേഡ് തകർത്ത് പോലീസ് തടഞ്ഞു. SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സഖാഫി കടവത്തൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനല്ലാതാക്കാനും അരാഷ്ട്രീയവൽക്കരിക്കാനും ശണ്ഡീകരിക്കാനും സ്വാർത്ഥമായ തങ്ങളുടെ താല്പര്യങ്ങൾ രക്ഷിച്ചെടുക്കാനും വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമങ്ങളിൽ അവിടെ ജാഗ്രതയോടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളേണ്ടുന്ന സർക്കാരുകളുടെ നിലപാടെന്താണ് എന്ന് തീർച്ചയായും SSF ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നമായി ഉന്നയിക്കുകയാണ്. വാക്കുകളിലൂടെ, പദ്ധതികളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ലഹരിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ യഥേഷ്ടം ലഹരി ലഭ്യമാകും വിധത്തിൽ അതിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കുകയും അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഗൂഢമായ പദ്ധതികളുമായാണോ നമ്മുടെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാനുള്ളത്? വിമുക്തി അടക്കമുള്ള യോദ്ധ അടക്കമുള്ള പലതരം ആശയങ്ങളും പലതരം പദ്ധതികളും മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ നാടുനീളെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ ഷോപ്പുകളും ബാറുകളും അതോടൊപ്പം നിസ്സംഗമായി നോക്കി നിൽക്കും വിധത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലടക്കം വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ലഭ്യതയെക്കുറിച്ച് ഈ സർക്കാരിന്റെ നിലപാടെന്താണ്? വാർത്താ സമ്മേളനങ്ങൾ നടത്തി അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളുടെ കൂടെ എഴുതി ചേർന്നത് കൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല ലഹരി വിമുക്ത കേരളമെന്ന്, വിദ്യാർത്ഥികളിലെ ലഹരി ഉപഭോഗമെന്ന്, അതിന്റെ അഡിക്ഷൻ എന്ന് എല്ലാത്തരം പഠനങ്ങളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളും സംവിധാനങ്ങളും മെഡിക്കൽ സയൻസും ഇതിങ്ങനെ നമുക്ക് വിഭാടനം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സർക്കാർ സത്യത്തിൽ ഇത്തരം അധമശക്തികളോട് കൂടെ ചേർന്ന് നിൽക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന അർത്ഥത്തിൽ ഉണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മുസ്ലിയാർ ആയഞ്ചേരി, SSF ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VPK ഉമർ അലി എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷാഫി അസ്സാനി, മുജീബ് സഖാഫി, അൻവർ സഖാഫി, ഷഫീഖ് നൂറായി, അഡ്വക്കേറ്റ് VPK ഉമർ അലി എന്നിവർ നേതൃത്വം നൽകി.